സ്പേസ് ചാനലിൻ്റെ വചനവിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തുവിനു വേണ്ടി ഫലം ചൂടണമെന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുന്ന കൈത്താക്കാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരുസഭ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗങ്ങൾ നമ്മുടെ ആത്മീയ നന്മയ്ക്കും ഒപ്പം തന്നെ ജീവിത വിശദീകരണത്തിനും വേണ്ടി തന്നിരിക്കുന്ന വചനഭാഗങ്ങൾ വളരെയധികം പ്രസക്തമാണ്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം അന്ധയാചകനെ ക്രിസ്തു സുഖപ്പെടുന്ന ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായങ്ങളുള്ള ഈ സുവിശേഷത്തെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുക. ആദ്യത്തെ 11 അധ്യായങ്ങൾ അടയാളങ്ങളുടെ പുസ്തകമെന്നും മറ്റ് 12 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളെ മഹത്വത്തിൻ്റെ പുസ്തകമെന്ന് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഇതിന് അടയാളങ്ങളുടെ പുസ്തകം എന്ന് വിളിക്കപ്പെടാൻ കാരണം യോഹന്നാൻ ശ്ലീഹ ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെ അടയാളമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുക. കാനായിലെ കല്യാണ വിരുന്നിൽ യേശു വെള്ളം വീഞ്ഞാക്കി മാറ്റിയ അത്ഭുതം മുതൽ ലാസറിനെ ഉയർപ്പിക്കുന്ന അത്ഭുതം വരെ നീളുന്ന 7 അത്ഭുതങ്ങൾ. ഇതിൽ 6-ാമത്തെ അത്ഭുതമായ അന്ധയാചകനെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുക. യേശുവിൻ്റെ ശിഷ്യന്മാരാണ് ഈ അന്ധയാചകനെ യേശുവിനെ പരിചയപ്പെടുത്തുക. ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം മൂലമാണെന്ന് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. പഴയ നിയമത്തിൽ നാം പലപ്പോഴായിട്ട് കാണുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം, സംഖ്യയുടെ പുസ്തകം 14-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം, ഡ്യൂട്രോണമി അതായത് നിയമാവർത്തന പുസ്തകം 5-ാമത്തെ അധ്യായം 9-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്: മാതാപിതാക്കന്മാർ ചെയ്ത പാപത്തിന് മക്കളെ ശിക്ഷിക്കുന്ന ദൈവത്തിൻ്റെ, മാതാപിതാക്കൾ ചെയ്ത പാപത്തിന് പൂർവ്വപിതാക്കന്മാരുടെ പാപത്തിന് 3-4 തലമുറകളോളം ശിക്ഷിക്കുന്ന അസഹിഷ്ണുവായ ദൈവത്തെക്കുറിച്ചാണ് ഈ വചനങ്ങളെല്ലാം പ്രതിപാദിക്കുക. ഈ വചനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ശിഷ്യന്മാർ ക്രിസ്തുവിനോട് ചോദിക്കുക, ആരുടെ പാപം മൂലമാണ് ഇവൻ അന്ധനായി ജനിച്ചിരിക്കുന്നത്? കാരണം അംഗവൈകല്യം ഒരു ശാപമായി കണക്കാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ ക്രിസ്തു പറയുന്നു, ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപം മൂലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ ഇവൽ പ്രകടമാകാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ഈ വചനം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവൻ പ്രകടമാകാൻ വേണ്ടിയിട്ടാണ് ഇവൻ അന്ധനായി ജനിച്ചത്. വീണ്ടും തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, ക്രിസ്തു ഇവനെ സുഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, പതിവില്ലാത്ത രീതിയിലാണ് ക്രിസ്തു ഈ അന്ധയാചകനെ സുഖപ്പെടുത്തുക. ക്രിസ്തു വചനത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തു തൻ്റെ വചനം വഴി സുഖപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ക്രിസ്തു കൈകൾ കൊണ്ട് സ്പർശിച്ചുകൊണ്ട് സുഖപ്പെടുത്തുന്നത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഒരു വചനത്താൽ മറ്റു സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർക്ക് സൗഖ്യം ലഭിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രിസ്തു നിലത്ത് തുപ്പി ആ തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി ആ ചെളി അന്ധയാചകൻ്റെ കണ്ണിൽ പുരട്ടിയിട്ട് അവനോട് പറയുകയാണ്, നീ സീലോഹ അയക്കപ്പെട്ടവനെന്ന അർത്ഥമുള്ള കുളത്തിൽ പോയി കഴുകുക. അവൻ ഉടനെ പോയി കഴുകി അവൻ സുഖമാക്കി തിരിച്ചു വന്നു. കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ അരോചകം നിറഞ്ഞ ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ തുപ്പലൊക്കെ നമ്മുടെ മേത്ത് ആവുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ രക്തം, അത് വിസർജനമാണ്. അത് നമ്മുടെയൊക്കെ മേത്ത് പുരട്ടുക എന്നുള്ളത് ഒത്തിരിയേറെ നമ്മുടെ സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നൊരു കാര്യമല്ല. പക്ഷേ ക്രിസ്തു എന്തുകൊണ്ടാണ് ഈ ഒരു മാർഗം ഈ അന്ധയാചകനെ സുഖപ്പെടുന്നതിൽ സ്വീകരിച്ചിരിക്കുന്നത്? നമുക്കറിയാം, തുപ്പൽ അരോചകം നിറഞ്ഞതാണെങ്കിൽ തന്നെയും അതിനൊരു മെഡിസിനൽ ആസ്പെക്റ്റ് ഉണ്ട്. പലസ്തീനായാലും മറ്റ് ഗോത്രവർഗ്ഗങ്ങളിലുമെല്ലാം ഈ തുപ്പലൊക്കെ ഒരു മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്ന ഗോത്രങ്ങളൊക്കെയുണ്ട്. ഒപ്പം തന്നെ ദൈവത്തിന് ഒരു മനുഷ്യനെ പ്രവർത്തിക്കുവാനായിട്ട് ദൈവത്തിൻ്റേതായിട്ടുള്ള വഴികളുണ്ട്. ആ ദൈവത്തിൻ്റെ വഴികളോട് നമ്മൾ തുറവിയുള്ളവരായിരിക്കുക എന്നുള്ള വചനഭാഗമാണ് ഇന്നത്തെ ഈ ഒരു സന്ദേശമാണ് ഇന്നത്തെ വചനത്തിലൂടെ തിരുസഭ മാതാവ് നമുക്ക് നൽകുക. ദൈവത്തിൻ്റേതായ പദ്ധതികളും ദൈവത്തിൻ്റെതായ പ്ലാനുകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ അതിനോട് നമ്മളുടെ പ്രത്യുത്തരം എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. ഈ അന്ധയാചകൻ അവരൊരിക്കലും പ്രത്യുത്തരിച്ചില്ല, ഞാൻ പോയില്ലെന്ന് പറഞ്ഞില്ല. പഴയ നിയമത്തിൽ നമ്മൾ നാമാൻ പ്രവാചകൻ നമ്മൾ കാണുന്നുണ്ട്. എലീഷ പ്രവാചകൻ പറയുകയാണ്, കുഷ്ഠരോഗമായിട്ട് വന്നിരിക്കുന്ന നാമാനോട് പറയുകയാണ്, നീ യോർദാനിൽ പോയി കഴുകുക, നീ സുഖപ്പെടും. പക്ഷേ അവൻ വിശ്വസിച്ചില്ല. പക്ഷേ അവൻ്റെ പരിചാരകനും പറയുകയാണ്, നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, നമുക്കിതുകൂടി പരീക്ഷിച്ച് നോക്കാം. അവൻ്റെ വചനത്തിലാണ് എലീഷയുടെ വചനത്തിലല്ല, അവൻ്റെ പരിചാരകൻ്റെ, നാമാൻ്റെ പരിചാരകൻ്റെ വചനത്തിലൂടെയാണ്, ആ ഒരു വചനത്തിൻ്റെ പിൻബലത്തിലാണ് അവൻ പോയി കഴുകുന്നതും സുഖമാക്കപ്പെടുന്നതും.
പക്ഷേ ഈ അന്ധയാചകൻ അതിനുവേണ്ടി കാത്തു നിന്നില്ല. അവൻ ഉടനെ പോയി കഴുകി അവൻ സൗഖ്യപ്പെട്ടവനായിട്ട് തിരിച്ചു വരികയാണ്. അവസാനമായിട്ടുള്ള ഒരു ചിന്ത നിങ്ങൾ പങ്കുവയ്ക്കാനുള്ളത് ഈ അന്ധയാചകൻ്റെ വിശ്വാസ പ്രഘോഷണമാണ്. സൗഖ്യം ലഭിച്ചത് മുതൽ അവൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ്. ക്രിസ്തുവും ഈ അന്ധയാചകനും തമ്മിൽ അവസാനമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. കണ്ടുമുട്ടുമ്പോൾ ക്രിസ്തു ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് നീ വിശ്വസിക്കുന്നുവോ? നീ മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, മനുഷ്യപുത്രനിൽ വിശ്വസിക്കുവാനായിട്ട് അവൻ ആരാണ്? എനിക്കവൻ അറിയത്തില്ല. പക്ഷേ ക്രിസ്തു പറയാണ്, നീ അവനെ കണ്ടിരിക്കുന്നു. ഈ ഒരു വചനഭാഗം മുഴുവനും അല്ലെങ്കിൽ 9-ാമത്തെ അധ്യായം മുഴുവനും പ്രതിപാദിക്കുക ക്രിസ്തുവിൻ്റെ ശിഷ്യന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കമാണ്. ക്രിസ്തുവിനെ ഈ അന്ധയാചകൻ മനസ്സിലാക്കുന്നത് പല ഘട്ടങ്ങളിലൂടെയാണ്. ഒന്ന്, ഒരു നല്ല മനുഷ്യനായിട്ട് അവൻ കണക്കാക്കി. പിന്നീട് ഈ അധ്യായം പുരോഗമിക്കുമ്പോൾ ഈ അന്ധയാചകൻ മനസ്സിലാക്കുകയാണ് തന്നെ സുഖപ്പെടുത്തിയ ആൾ ഒരു പ്രവാചകനാണെന്ന്. അധ്യായം തീരുമ്പോൾ ക്രിസ്തുവിനെ ദൈവരക്ഷകനായിട്ട് അവൻ സ്വീകരിക്കുകയാണ്. അതിനവൻ നൽകിയ വില വലിയൊരു വിലയായിരുന്നു. കാരണം അവൻ്റെ സിനഗോഗിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. അവൻ്റെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. പക്ഷേ അവൻ ക്രിസ്തുവിനെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കുന്നില്ല. ഞാൻ സൗഖ്യപ്പെട്ടത് ദൈവരക്ഷകനായ ക്രിസ്തുവിലൂടെയാണെന്നുള്ള ഉറച്ച വിശ്വാസം ആ മനുഷ്യനുണ്ടായി. പ്രിയപ്പെട്ടവരെ, കൈത്താക്കാലത്തിലെ ഈ 3-ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ അന്ധയാചകനുണ്ടായിരുന്ന വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അവൻ ക്രിസ്തുവിൽ നിന്നും അനുഭവിച്ച രക്ഷ, ആ രക്ഷ മറ്റുള്ളവർ പ്രഘോഷിക്കുന്നതിൽ അവനൊരിക്കലും മടി കാണിച്ചിട്ടില്ല. ഫരിസയരുടെയും നിയമജ്ഞരുടെയും അവൻ്റെ മാതാപിതാക്കന്മാരുടെയും മുന്നിൽ ചോദ്യങ്ങളൊക്കെ ഉയർന്നപ്പോൾ അവൻ സൗഖ്യം ലഭിച്ചത് ക്രിസ്തുവിൽ നിന്നാണെന്നും പറയുവാനായിട്ടുള്ള മടി അവൻ കാണിച്ചില്ല. യേശു എന്ന പേരായിട്ടുള്ള ഒരു മനുഷ്യൻ അവൻ എൻ്റെ കണ്ണുകളിൽ സ്പർശിച്ചു, അവൻ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, ഞാൻ സുഖമാക്കപ്പെട്ടു. ഈ ഒരു വിശ്വാസ പ്രഘോഷണം ഒത്തിരിയേറെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾക്കും പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ 2 ചിന്തകൾ പ്രധാനമായിട്ട് ഞാൻ എടുത്തു പറയുകയാണ്. ഒന്ന്, ദൈവത്തിന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ദൈവത്തിൻ്റേതായിട്ടുള്ള വഴികളുണ്ട്. പക്ഷെ അതിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്നൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. രണ്ടാമതായിട്ട്, ക്രിസ്തുവിൽ നിന്നും ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും കൃപകളും നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രഘോഷിക്കുവാനും അതിനുവേണ്ടി സാക്ഷ്യം വഹിക്കുവാനായിട്ടുള്ള ജീവിതമാണ് ഓരോ ക്രൈസ്തവൻ്റെയും. അത് എത്രയും നന്നായിട്ട് ചെയ്യുന്നുവോ അവൻ ഉത്തമവാനായ ഒരു ക്രിസ്ത്യാനിയായിരിക്കും. ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പ്രകാശമായിട്ടാണ്. അന്ധകാരപൂർണമായ ഈ ലോകത്തിൽ ഉദയസൂര്യനായിട്ടാണ് ക്രിസ്തു വരിക. ഉദയസൂര്യനായിട്ടുള്ള ക്രിസ്തുവിൽ നിന്നും പ്രകാശം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനോടുള്ള ഒരു യഥാർത്ഥ സാക്ഷിയായിട്ട് നമുക്കും ജീവിക്കാം. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിലൂടെ നാം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.